ഹലോ ഗായ്സ്, എല്ലാവർക്കും ഓല ടെക് ട്രാവലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ നെടുവങ്ങാടിനടുത്തുള്ള റിംഗോ ഓർക്കിഡ് ഫാമിലാണ്. അതായത് കാഴ്ചയുടെ വർണ്ണ വസന്തങ്ങൾ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അത്രയ്ക്കുണ്ട് ഇവിടെ ഓർക്കിഡിൻ്റെ കളക്ഷൻസ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഓർക്കിഡിൻ്റെ ഒത്തിരി വെറൈറ്റി കളക്ഷൻസ് ആണ് ഈ കാണുന്നതെല്ലാം. ഞാൻ തന്നെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം ഓർക്കിഡ്സ് ഇത്രയും അടുത്ത് കാണുന്നത്. ഇതെല്ലാം ഫെലനോപ്സിസിൻ്റെ ബ്രീഡാണ്. പക്ഷേ ഇതിൽ ഒരു വെറൈറ്റി ഉണ്ട്, ഓരോ പേരും അത് ഓരോ ഫ്ലവേഴ്സും വരുന്ന. പക്ഷേ ഇതിനെല്ലാത്തിനും ഓരോ പ്രത്യേകം പേരുകളുണ്ട്. ഇതെല്ലാം മെയിനായിട്ട് വരുന്നത് തായ്വാനിൽ നിന്നാണ്. അത് അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ഫ്ലവേഴ്സാണ്. ഇതെല്ലാം ഇവിടുത്തെ അല്ല, എല്ലാം തായ്വാനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. ഇത് ഏകദേശം ഒരു 40-45 ദിവസം കൊണ്ടാണ് നമുക്കിവിടെ കേരളത്തിൽ എത്തുന്നത്. എത്തിക്കഴിഞ്ഞാൽ ഇതിനെല്ലാം ക്വാറന്റൈനിലാക്കിയിട്ട് ഒരു 45 മുതൽ 60 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഇത് പുറത്തേക്ക് സെയിലിനായിട്ട് എടുക്കുന്നത്. ഇതിപ്പോൾ ഞങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. തായ്വാനിൽ നിന്നാണ് മെയിനായിട്ട് ഫെലനോപ്സിസ് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഒരു 50-60ഓളം വെറൈറ്റി, അതിന് മുകളിലുള്ള വെറൈറ്റീസ് ഉണ്ട്, കളേഴ്സ്. ഇപ്പോൾ കോമാറ്റത്തിൽ ഫെലനോപ്സിസ് എന്ന് പറയുന്നത് അതിനകത്ത് തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഇത് തന്നെ അങ്ങനെ ഒരു വെറൈറ്റിയാണ്. അതിൻ്റെ ഇതിന് ഒരു കോഡ്, അതിൻ്റെ അതിനനുസരിച്ചുള്ള ഒരു പേരും ഉണ്ടാകും. ഒരുപാട് വെറൈറ്റി കളേഴ്സ് ഞങ്ങൾക്കുണ്ട്, ഒരുപാട് വെറൈറ്റീസ്. അതുകൊണ്ട് തന്നെ നല്ല ഡിമാൻഡാണ്. ഈ എല്ലാ ഇതിൻ്റെ പേര് ഫുള്ളേഴ്സ് സൺസെറ്റ്. ഞങ്ങൾ ഇവിടെ യൂസ് ചെയ്യുന്നത്, ഞങ്ങളുടെ ഇതിന് കോഡായിട്ട് യൂസ് ചെയ്യുന്നത് GF10. അതിൻ്റെ നെയിമാണെങ്കിൽ ലിയാൻ ആൻഡ് ഹാപ്പി ഡാൻസർ. സീബ്ര ക്രോസിങ് അത് വരുന്നത് ഫിയർ ഷിങ് പെറ്റി, അതിന് പേരാണ്. ഇതൊക്കെ ഇപ്പോൾ ഇങ്ങനൊരു കളർ കിട്ടിയ അപ്പോൾ അവരത് വേറെ കുറിച്ച് ക്രോസ് ചെയ്ത് കൾച്ചർ ചെയ്തത് എടുക്കുമ്പോൾ അതിന് ഡിഫറെൻറ്റ് കളർ വരും, വേരിയേഷൻ ആയിട്ട് വരും. അപ്പോൾ അവരുടെ പേര്, പക്ഷേ ചില പേരൊക്കെ രജിസ്റ്റേർഡാണ്. ഇപ്പം നമ്മൾ അതിനകത്ത് അങ്ങനത്തെ ഒരു വൈറ്റ് ഉണ്ട്, അതിൻ്റെ പേര് സോഗോയും കൂടി. ഇതിപ്പോൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ അതുപോലെ ഒരുപാട് കമ്പനീസ് ഉണ്ട് തായ്ലാൻഡ് അങ്ങനെയല്ലോ. അപ്പോൾ ആ സോഗോ ഇപ്പോൾ എവിടെ പോയാലും ആ സെയിം തന്നെ, കാരണം അത് കണ്ടതിലുള്ള സ്പീഷ്യസ് ആയതുകൊണ്ട് അങ്ങനെ എവിടെ ഏത് സൈറ്റിൽ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്താൽ അത് തന്നെ കിട്ടും. ഇത് നല്ല മൂവിങ് ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ പേരെന്താണ്? അതിൻ്റെ പേര് ഒരു മ്യൂട്ടേഷൻ കളറാണ്. അപ്പോൾ അതിന് നല്ല മൂവിങ്, അങ്ങനെയുള്ളത് നല്ല ഡിമാൻഡാണ്. നല്ല ഫ്രാഗ്രൻസ് ഉള്ളൊരു വെറൈറ്റിയാണ്. മിനിയേച്ചർ ആണെങ്കിലും ഫ്രാഗ്രൻസ് ഉള്ളതുകൊണ്ട് നല്ല മൂവിങ് ആണ്. പേര് യൂണിഫോം ലക്കി സ്റ്റാർ. ഇത്ര തന്നെ ആയിരിക്കും, ചെറിയൊരു സൈസ് തന്നെ. ഫ്ലവർ ഇത് മിനിയേച്ചർ വെറൈറ്റി, അതുകൊണ്ട് ഫ്ലവർ സൈസ് വലുതാവില്ല, ഇത് തന്നെ ആയിരിക്കും. പക്ഷേ മിനിയേച്ചർ ആണെങ്കിൽ നല്ല അട്രാക്റ്റീവാണ്. മറ്റേ വലിയ സൈസ് ഫ്ലവറിനേക്കാളും എണ്ണം ഇത് കൂടുതലുണ്ടാവും, നല്ല ലാസ്റ്റ് ചെയ്യുന്നതും കൂടെയാണ്. ഇതിൻ്റെ ഫ്ലവർ തന്നെ ഒരു 2-3 മാസത്തോളം നിൽക്കുന്നതാണ്. ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് ഈ ഒരു വെറൈറ്റി. ഇതും അത് തന്നെയാണ്, തായ്വാൻ തന്നെയാണല്ലോ. നമ്മുടെ പ്ലാന്റ്സ് ഫെലനോപ്സിസ് നല്ല ഡിമാൻഡാണ്. പൊതുവെ ഞങ്ങളുടെ ഓർക്കിഡ്സിനെല്ലാം നല്ല ഡിമാൻഡ്, കാരണം ഞങ്ങൾ അങ്ങനെ ക്വാളിറ്റി ആയിട്ടുള്ളതും നല്ല ഹെൽത്തി പ്ലാന്റ്സാണ് സപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഓർക്കിഡ്സ് എല്ലാം പൊതുവെ നല്ല ഡിമാൻഡാണ്, പ്രത്യേകിച്ച് ഫെലനോപ്സിസ്. ഇത് ഫസ്റ്റ് ഫ്ലവർ ആയിരുന്നു. നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല. ഈ
ഈ സ്പൈക്ക് ഇത്ര പോലും വരില്ല. ഈ ലീഫിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് വരുന്ന സ്റ്റേജ് ആയിരിക്കും. ആ സമയത്താണ് വരുന്നത് തന്നെ. പിന്നെ ഒരു 45-60 ഡേയ്സ് ആകുമ്പോൾ ഞങ്ങൾക്ക് റിലീസാകും. ക്വാറന്റൈൻ പീരീഡ് കഴിയും. അപ്പോഴേക്കും ഈ സൈസ് വരുന്നത് ഇങ്ങനെ ഈ മോസ് ഉൾപ്പെടെയാണ് ഈ സ്റ്റേജിൽ ഇങ്ങനെയാണ് വരുന്നത്. നല്ല നല്ല ഹെൽത്തി റൂട്ട്സൊക്കെയാണ് ഇതിൻ്റെ. അതങ്ങ് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിന് കുറച്ചുകൂടി എല്ലാം ഇതിന് പറ്റി പിടിച്ച് വരും ഈ റൂട്ടെല്ലാം. ഈ ഓർക്കിഡിൽ തന്നെയുള്ള ഒരു റെയർ വെറൈറ്റിയാണ് ഈ റെഡ് വാൻഡ. രണാന്തര എന്നാണ് മലയാളത്തിൽ പറയുന്നത്. റെഡ് വാൻഡ അതായത് വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ഓർക്കിഡാണ് റെഡ് വാൻഡ. മണിപ്പൂർ സംസ്ഥാനത്തിലും പിന്നെ ഇന്ത്യയുടെ സമീപ പ്രദേശങ്ങളിലൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും മനോഹരമായൊരു ഓർക്കിഡുകളിൽ ഒന്നാണ് റെഡ് വാൻഡ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഇതിൻ്റെ നീളം തന്നെ ഏകദേശം 90 സെൻറ്റിമീറ്റർ വരെയുണ്ട്. ഒരു ഷവറിൻ്റെ ആകൃതിയിലാണ് ഈ പൂ വളർന്നു വരുന്നത്. ഏപ്രിൽ സെപ്റ്റംബർ മാസങ്ങളിലാണ് ഇത് ഏറ്റവും കൂടുതൽ പൂക്കുന്നത്. പിന്നെ ഈ കാണുന്നതാണ് അസ്കോ സാൻഡ സ്പീഷീസിൽ വരുന്ന ഒരു റെയർ വെറൈറ്റിയാണ്. പ്രഭാവലെന്നും പ്രഭാവലി എന്നൊക്കെയാണ് ഇതിൻ്റെ മലയാളത്തിൽ പറയുന്നത് പേര്. ഇവയുടെ ഉത്ഭവം തന്നെ തായ്ലാൻഡ്, മ്യാൻമാർ, ഫിലിപ്പീൻസ്, പിന്നെ ഇന്ത്യ എന്നിവിടങ്ങളിലാണ് ഇതിൻ്റെ ഒരു ഉത്ഭവം എന്ന് പറയുന്നത്. വർഷത്തിലൊരു 2-3 തവണയാണ് ഇത് പൂക്കുന്നത്. ഇതൊരു അസ്കോസാൻ്റെ ഈ സ്പീഷീസിൽ വരുന്ന എല്ലാ ഓർക്കിഡും ഇതുപോലെ തന്നെയായിരിക്കും. ഇതിൻ്റെ തന്നെ പല വെറൈറ്റി ഉണ്ടാകും. പൂക്കളൊക്കെ പല നിറത്തിലുള്ളതായിരിക്കും. പിന്നെ ഉള്ളത് വാൻഡയിൽ വരുന്ന മറ്റൊരു ഓർക്കിഡാണ് ഇത്. ബ്രൗണി എന്നാണ് ഇതിൻ്റെ പേര്. മെറൂൺ കളറാണ് ഇത് കാണുമ്പോഴത്തേക്കും. മെറൂണും ബ്രൗണും ഒരു മിക്സ് ചെയ്തിട്ടുള്ള കളറാണ്. പക്ഷേ ബ്രൗണി എന്നാണ് ഇതിൻ്റെ വിളിപ്പേര്. ഇതെല്ലാം വെറൈറ്റി കളക്ഷൻസ് ആണ്. ഇതും വാൻഡയുടെ ബ്രീഡിൽ വരുന്നതാണ് അല്ലേ? ഇതിന് മീഡിയം ഒന്നും വേണ്ട, പറഞ്ഞല്ലോ മീഡിയം ഒന്നും വേണ്ട. ഇനി കേട്ടുമ്പോൾ ഇത് വെള്ളവും വളമൊക്കെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ നല്ല ഇലയും അതുപോലെ വേര് നല്ല രീതിയിൽ നനച്ചു കൊടുക്കണം. നല്ല സമയം എടുക്കുന്നത്. ഇത് നമ്മൾ ഇതൊരു തൈ വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര ദിവസം എടുക്കും ഇതിനൊരു പൂ വരാനൊക്കെ ആയിട്ട് വരുന്നത്? ഇപ്പോൾ ബഡ് വന്നാലേ നമുക്ക് പറയാൻ പറ്റില്ല എത്ര നാളുകൾ പൂക്കാവും. ഇത് മെച്ചൂർഡ് പ്ലാന്റ് ഏത് സമയത്തോ ബഡ് വന്നിട്ട് അത് പൂക്കാവും. ഈ സൈസിലൊരു ബഡ് വന്നു കഴിഞ്ഞാൽ ഒരു 3 ആഴ്ചയോടെ എടുക്കും. ഇവിടെ ഇരിക്കുന്ന എല്ലാം തന്നെ ഈ കസ്റ്റമേഴ്സ് ബുക്ക് ചെയ്തിട്ടുള്ള പ്ലാൻസ് ആണ്. അതായത് ഓർഡർ അനുസരിച്ച്. അതായത് റിങ്കോയുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ പ്ലാൻസ് ബുക്ക് ചെയ്യാം. ഇതിൽ അതിൻ്റെ ഫോട്ടോസും റേറ്റും അതിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ ഈ റിങ്കോയുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പ്ലാൻസ് ഇതിൽ ബുക്ക് ചെയ്യാം. ഇതിൻ്റെ ഓർഡർ അനുസരിച്ചിട്ട് അവർ കൊറിയറിൽ നമുക്ക് ഈ പ്ലാൻസ് എല്ലാം അയച്ചു തരും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മനസ്സിലാവും. നോക്കിയിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വീട്ടിലെത്തിച്ചു തരും. ഇത് ഇവിടുത്തെ തന്നെയാണോ? ഇവിടുത്തെ തന്നെയാണ്. ഇവിടുത്തെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അല്ല ഓക്കെ. തായ്ലൻഡ്, തായ്വാൻ, മലേഷ്യ, സിംഗപ്പൂർ അങ്ങനെ പല കൺട്രിയും ഇമ്പോർട്ട്. ഇതിപ്പോൾ തായ്ലൻഡ് റൈറ്റ്. ചെടികളെല്ലാം നല്ല ഹെൽത്തിയാണ് കാണുമ്പോഴത്തേക്കും തന്നെ. ചില ഈ ചെടികളൊക്കെ നമുക്ക് കാണുമ്പോഴത്തേക്കും അറിയാം ഒരു ശോഷിച്ച് ഒരു ആരോഗ്യമില്ലാത്ത രീതിയിലൊക്കെ നിൽക്കും. പക്ഷേ ഈ ചെടികളെല്ലാം നല്ല ഹെൽത്തിയാണ്. കാണാൻ തന്നെ വളരെ ഒരു പോസിറ്റീവ് എനർജിയാണ് ഈ ചെടികളിലേക്കൊക്കെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത്. ഇതൊരു ക്വാറന്റൈൻ ഹൗസാണ്. അതായത് വിദേശത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്ത് വരുന്ന ചെടികൾ ഏകദേശം
45 മുതൽ 60 ദിവസം വരെ ഇവിടെ ക്വാറന്റൈനിൽ വയ്ക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടഡ് ആയതുകൊണ്ട് ഒരു രാജ്യത്തു നിന്ന് വരുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും ഫംഗസോ മറ്റ് അസുഖങ്ങളൊക്കെ ഇതിലുണ്ടോ ഇല്ലയെന്ന് ഇവർ നിരീക്ഷണത്തിൽ വെച്ചിരിക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ഒരു 60 ദിവസം വരെ ഇവർ നിരീക്ഷണത്തിൽ വെച്ച് കഴിഞ്ഞാൽ മറ്റ് ഇതിൽ രോഗങ്ങളൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതവർ അടുത്ത സെയിലിലേക്ക് വിടും. അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ പെട്ടെന്നൊരു സാധനം ഇമ്പോർട്ട് ചെയ്ത് ബിസിനസ് ചെയ്ത് കാശുണ്ടാക്കുന്ന ഒരു പരിപാടിയല്ല. ഇതിന് കുറേ പ്രൊസീജിയറുണ്ട്, കുറേ ഫോർമാലിറ്റീസ് ഉണ്ട്. ഒരു 60 ദിവസം വരെയാണ് ഇതെല്ലാം ക്വാറന്റൈനിൽ വെക്കുന്നത്. ഇതെല്ലാം ഇങ്ങനെ ഒരു ക്വാറന്റൈൻ ഏരിയ ആണ്. അതിനുശേഷം ഇവർ അഗ്രികൾച്ചറുകാർ വന്നത് നോക്കി ഇതിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് വിലയിരുത്തിയതിന് ശേഷമാണ് സെയിലിലേക്ക് കടത്തിവിടത്തുള്ളൂ. അങ്ങനത്തെ ഒരു ക്വാറന്റൈൻ ഏരിയ ആണ്. ഇവിടെ ഏകദേശം എത്ര വിധം ഉണ്ടാവും? ഈ മൊത്തത്തിൽ എത്ര പ്ലാന്റ്സ് ഉണ്ടാവും? ഈ ഇരിക്കുന്ന ഏകദേശം ഓക്കെ. ഇത് ഏകദേശം ഒരു 30,000-ഓളം പ്ലാന്റ്സ് ഇവിടെ ഉണ്ടെന്നാണ് ചേച്ചി പറയുന്നത്. കാരണം ഇത് കാണുമ്പോഴത്തേക്കും തന്നെ അറിയാം. ഇതിപ്പോൾ വന്നിട്ട് എത്ര ദിവസമായി ക്വാറന്റൈനിലാക്കിയിട്ട്? 60 ദിവസമായി. ഓക്കെ, ഇതിപ്പോൾ ഏകദേശം 60 ദിവസം ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ നേരത്തെ മുന്നേ പറഞ്ഞ പോലെ ക്വാറന്റൈൻ കഴിഞ്ഞ ഒരു പീരീഡിലുള്ള, അതായത് ക്വാറന്റൈൻ കഴിഞ്ഞൊരു സ്റ്റേജിലുള്ള പ്ലാന്റ്സ് ആണ്. ഈ ക്വാറന്റൈൻ എന്ന് പറയുമ്പോഴത്തേക്കും സാധാരണ ഇപ്പോൾ മലയാളികൾ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്നത് COVID-19 വന്നതിന് ശേഷമാണ് ക്വാറന്റൈൻ എന്നുള്ള വാക്ക് നമ്മളെല്ലാവരും കേട്ടു തുടങ്ങിയിട്ടുള്ളതെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ആ ഒരു രീതിയിലുള്ള ക്വാറന്റൈൻ അല്ല ഇത്. സാധാരണ ചെടികൾക്ക് മാത്രമായിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പ്ലാന്റുകളെ സംരക്ഷിക്കാനായിട്ടാണ് ഇവർ ക്വാറന്റൈൻ എന്നുള്ള സ്റ്റേജിലേക്ക് മാറ്റുന്നത്. ആ സമയത്ത് ഇതിനകത്തേക്ക് അങ്ങനെ പുറത്തുനിന്ന് ആരെയും കയറ്റാറില്ല. ഇതിനെ സംരക്ഷിക്കുന്ന ഒരാൾ മുന്നേ കൂട്ടി നിശ്ചയിച്ച ഒരാൾ മാത്രമായിരിക്കും ഇത് കൂടുതൽ കെയർ ചെയ്യുന്നത്. ഇതിന് വെള്ളവും വളവും കൊടുക്കാനൊക്കെ ആയിട്ട് മാത്രം ഒരാളായിരിക്കും ഇത് ചെയ്യുന്നത്. സാധാരണ എല്ലാവരും ഇങ്ങനെ ഇതിനെ അനുവദിക്കുന്നില്ല. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ ക്വാറന്റൈൻ സ്റ്റേജ് കഴിഞ്ഞ പ്ലാന്റ്സ് ആയതുകൊണ്ടാണ് നമ്മൾ തന്നെ ഇവിടെ ഇപ്പോൾ കയറിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ ആരെയും അങ്ങനെ കയറ്റുന്ന ഇവിടെ ആരും ഇതിനകത്തോട്ട് അങ്ങനെ കയറ്റാറില്ല. അപ്പോൾ ഇതൊക്കെയാണ് റിംഗോ ഓർക്കിഡ് ഫാമിലെ ഓർക്കിഡിൻ്റെ വിശേഷങ്ങൾ. ഓലെറ്റ് ടെക് ട്രാവലിൻ്റെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.